ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നെഗറ്റീവ് തോട്ട്സിൽ നിന്നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു റിലീഫ് കിട്ടുന്ന ഒരു ടിപ്പാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അത് ഒരു സിറ്റുവേഡാണ്. നെഗറ്റീവ് തോട്ട്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ള പ്രശ്നം തന്നെയാണ്. ഇത് എല്ലാവർക്കും ഉള്ളതാണ്. എന്നാൽ പലരും എനിക്ക് മാത്രമാണോ ഇങ്ങനത്തെ ഫീലിംഗ് എന്ന് പറഞ്ഞ് പലരും ദുഃഖിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലരും അങ്ങനെ ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. തോട്ട്സ് തന്നെയാണ് മനസ്സെന്ന് പറയുന്നത്. അതിൽ പോസിറ്റീവും വരും, നെഗറ്റീവ് തോട്ട്സും വരും. നമ്മൾ നെഗറ്റീവ് തോട്ട്സിന് ധാരാളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതാണ് നമ്മൾ അതിലേക്ക് ഇങ്ങനെ അതിൻ്റെ പിറകെ ഇങ്ങനെ പോയിട്ടേ ഇരിക്കാനുള്ള ഒരു പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ അയ്യോ നെഗറ്റീവ് തോട്ട്സ് വന്നു, ഇത് ഇങ്ങനെ വരാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അങ്ങനെ ഒരു നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ അങ്ങനെ ടെൻഷൻ അടിക്കുമ്പോഴേ അതേ ഒരു സ്ട്രെസ്സായിട്ട് മാറും. സോ പോസിറ്റീവ് തോട്ട്സും നെഗറ്റീവ് തോട്ട്സും ഇത് നോർമലാണ്. പക്ഷെ നമ്മൾ അതിൻ്റെ പുറകെ പോകണ്ട. പോസിറ്റീവ് തോട്ട്സും നെഗറ്റീവ് തോട്ട്സും എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. എന്നാൽ അത് കാരണം നമ്മൾ അതിൻ്റെ പുറകെ ഇങ്ങനെ ഒത്തിരി പോകുമ്പോൾ നമുക്കത് സ്ട്രെസ്ഫുള്ളായിട്ട് മാറുന്നത്. മേ ബി ഇപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല നമ്മുടെ ജീവിതത്തിലുള്ളത്, ഒരു നോർമൽ ലൈഫ് തന്നെയായിരിക്കും. എന്നാൽ നമ്മുടെ പാസ്റ്റ് ലൈഫിൽ നടന്ന എന്തെങ്കിലും പ്രശ്നമോ അതൊക്കെ വന്ന് നമുക്ക് നെഗറ്റീവ് തോട്ട്സ് ആയിട്ട് നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഹാപ്പി ലൈഫ് ജീവിക്കാൻ പറ്റുന്നില്ല. ഇതിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ടിപ്സാണ് ക്ലെൻസിങ് ലെറ്റർ എഴുതിയിട്ട് നമ്മളത് കത്തിച്ച് കളയുന്നത്. അങ്ങനെ കുറേ ടിപ്സ് ഉണ്ട്. പക്ഷേ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് റിലീഫ് കിട്ടുന്ന ഒരു സിറ്റുവേഡാണ്. അത് ഞാനിനി ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ഈ ഒരു സിറ്റുവേഡ് എന്താണെന്ന് നോക്കാം. ആ സിറ്റുവേഡാണ് ബ്ലഫ്. ബ്ലഫ് ബ്ലഫ് ഈ ബ്ലഫ് എന്ന് പറയുന്ന വേർഡ് അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു 15 ടൈംസ് എങ്കിലും ഇങ്ങനെ പറയുക. അത് ഉണർന്ന് പറയുക, അത് ഉൾക്കൊണ്ട് അതിൽ ശ്രദ്ധ കൊടുത്ത് ഉൾക്കൊണ്ട് പറയുക. അപ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് ആ നെഗറ്റീവ് തോട്ട്സിൽ നിന്ന് ഒരു റിലീഫ് കിട്ടുന്നതായിട്ട് നമുക്ക് തന്നെ ഫീൽ ആകും. ആ ഒരു നെഗറ്റീവ് ഇമോഷൻസ് പെട്ടെന്ന് മാറിപ്പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ആകും. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്, ഇപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. ഇതുപോലുള്ള ഇനിയും പല സിറ്റുവേഷൻസും ഉണ്ട്. നമുക്കിപ്പോൾ ഇത് മാത്രം യൂസ് ചെയ്യാം. മോഹൻലാൽ മറ്റേ സിനിമയിൽ പറഞ്ഞതുപോലെ നമുക്ക് ചോദിച്ച് പോകാമെന്ന് പറഞ്ഞതുപോലെ ആ സിറ്റുവേഡൊക്കെ ഇനി വരുന്ന വീഡിയോയിൽ വരുന്നതായിരിക്കും. ഇവിടെ നല്ല മഴയാണ്. ഞാൻ എന്നും പുറത്ത് സിറ്റൗട്ടിലിരുന്ന് സൺലൈറ്റിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇന്ന് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അത് കാരണം ആഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എപ്പോഴെല്ലാം ഈ നെഗറ്റീവ് തോട്ട്സ് വരുന്നത്, അത് എപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം, എന്ത് വർക്ക് ചെയ്യുമ്പോഴോ അല്ല കുളിക്കുമ്പോഴോ എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പോഴെല്ലാം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ശാന്തമായിട്ട് ഒരു സ്ഥലത്ത് ഇരുന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇല്ല നിങ്ങൾക്ക് ജോലി ചെയ്തുകൊണ്ട് തന്നെ ഇത് ഉള്ളിൽ പറയാവുന്നതാണ്. അതിൽ ഉൾക്കൊണ്ട് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു നെഗറ്റീവ് ഇമോഷൻസ് മാറി അതൊരു നോർമലാകുന്ന നമുക്ക് തന്നെ ഫീൽ ചെയ്യും. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു മ്യൂസിക് എന്തെങ്കിലും വച്ച് ഡെയിലി ആ മ്യൂസിക്കിനെ ഒന്ന് ശ്രദ്ധ കൊടുത്ത് ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ്സ് എങ്കിലും ചെയ്യുന്നത് നല്ല എഫക്റ്റീവായിരിക്കും. ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ നെഗറ്റീവ് തോട്ട്സ് എല്ലാം മാറിപ്പോകുന്നതാണ്. അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്യുക. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.